ആഷിക്ക് ഓൾറെഡി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനാണ് ആഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആഷിനെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ നല്ല രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈവൻ ആഷിയാണെങ്കിലും ഞാനാണെങ്കിലും ഒരുപാട് ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മീൻസ് മേക്കപ്പ് ഇട്ടില്ല, ആഷി നന്ന വെൽ ഡ്രസ്സിലൊക്കെ നടക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനും അതേപോലെ നല്ല അടിപൊളി ഡ്രസ്സിങ്ങിലൊക്കെ നടക്കുന്ന ആളാണ്. പിന്നെ രണ്ടുപേർക്കും നല്ല ഫുഡ് ഇഷ്ടമാണ്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ ഒരേ വേവ് ലെങ്ത് ആണ് രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ രണ്ടും ഒരേ വേവ് ലെങ്ത് ആണ് ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ലൈഫിലേക്ക് ഒന്നുകൂടെ ആ ഒരു സൗഹൃദമായിരുന്നു പണ്ട്, സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്നത്. നിങ്ങളുടെ കറക്റ്റ് എന്താ പറയുക, നിങ്ങൾ ഇന്ന പോലെ നമ്മുടെ ലൈഫ് വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ലൈഫിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, രണ്ടുപേർക്കും ഒരു സ്പേസ് കൊടുക്കണം, അത്രയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഒരുപാട് അങ്ങ് നമുക്കൊരിക്കലും ഒരു ബന്ധവും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പിടിച്ചു നിർക്കുന്നതിലും